മന്ത്രി കെ കൃഷ്ണൻകുട്ടി സല്യൂട്ട് സ്വീകരിക്കുന്നത് പാലക്കാടാണ്. പാലക്കാട്ടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. എല്ലാ ദൃശ്യങ്ങളുടെയും ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഇടുക്കിയിലെ ദൃശ്യം. ഇടുക്കിയിൽ നിന്നുള്ള റിപ്പബ്ലിക് ദിനാഘോഷ ദൃശ്യങ്ങൾ. മന്ത്രി റോഷി അഗസ്റ്റിൻ അവിടെ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. ഇവിടെ നിന്നെല്ലാം കാണാൻ കഴിയുന്ന ദൃശ്യങ്ങളുടെ ഒരു സ്വഭാവം, പൊതുവായ ഒരു സ്വഭാവം, അതിൻ്റെ അച്ചടക്കവും അതിൻ്റെ ഒരച്ചിൽ വാർത്തെടുത്ത പോലെയുള്ള വീണ്ടും പാലക്കാട്ടേക്ക് മന്ത്രി കെ കൃഷ്ണൻകുട്ടി സല്യൂട്ട് സ്വീകരിക്കുന്ന ദൃശ്യങ്ങൾ. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കൊല്ലത്ത് സല്യൂട്ട് സ്വീകരിച്ച് കഴിഞ്ഞു എന്നാണ് തോന്നുന്നത്. ധനമന്ത്രി കെ എൻ ബാലഗോപാലാണ് കൊല്ലത്തെ ദേശീയ പതാക ഉയർത്തി അടക്കമുള്ള ചടങ്ങുകൾക്ക് നേതൃത്വം നൽകിയത്. ജില്ലാ ആസ്ഥാനങ്ങളിൽ അവിടുത്തെ സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണറാണ് ദേശീയ പതാക ഉയർത്തിയെങ്കിൽ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ ദേശീയ പതാക ഉയർത്തുന്നു, മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുന്നു. അങ്ങനെ ചെറുതും വലുതുമായ റിപ്പബ്ലിക് ദിനാഘോഷ പരിപാടികൾ സംസ്ഥാനമെമ്പാടും ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. മന്ത്രി വി എൻ വാസവൻ കോട്ടയത്തെ സല്യൂട്ട് സ്വീകരിക്കും. ഞാൻ നേരത്തെ പറഞ്ഞു പോകുന്നത്, ഈ കാണുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവുന്നുണ്ട്, നമ്മുടെ കാഴ്ചയിൽ പ്രകടമാവുന്നുണ്ട്. കാരണം ദൃശ്യങ്ങളുടെ പൊതു സ്വഭാവം ഈ അച്ചടക്കം തന്നെയാണ്. Arrival of the Vanida Police Platoon led by Srimati Sharanya S. Devan, Sub Inspector of Police, Kaduthuruthi Police Station. അടുത്തതായി ഇൻസ്പെക്ടർ എം അക്ബർ അലി നയിക്കുന്ന റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെ ഒരു പ്ലറ്റൂണാണ് ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഓഫീസർ നഫനൂർ CS നയിക്കുന്ന NCC ജൂനിയർ ബോയ്സ് ആൻഡ് ഗേൾസ് നേവൽ വിംഗ് വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കണ്ണൂരിൽ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രകടനം തന്നെയാണ്. അവർ വിശിഷ്ടാതിഥിക്ക് സല്യൂട്ട് നൽകുന്ന, അഭിവാദ്യം നൽകുന്ന പരിപാടി സംസ്ഥാനമെമ്പാടും നടന്നുകൊണ്ടിരിക്കുകയാണ്. റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ പ്രധാനപ്പെട്ട ചടങ്ങുകളിലാണ് ഈ പ്രൗഢഗംഭീരമായ ഈ ചടങ്ങ്. അത് ജില്ലാ ആസ്ഥാനങ്ങളിലും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിലും അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ, മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർ പങ്കെടുക്കുന്ന പരിപാടിയാണെങ്കിൽ വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ നേതൃത്വം നൽകുന്ന, മന്ത്രിമാരും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്ന പരിപാടികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. വിവിധ സേനാ NCC അടക്കം, വിവിധ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് അടക്കം വിവിധ പ്ലാറ്റൂണുകൾ, വിവിധ സേനാ വിഭാഗങ്ങൾ അണിനിരക്കുകയാണ്. അച്ചടക്കത്തോടെ, ആവേശത്തോടെ, ആർജവത്തോടെ അവർ അണിനിരക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ സ്വത്താണ്, നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് ഈ സേനാവിഭാഗങ്ങൾ എന്നൊക്കെ ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അവരുടെ കഴിവ് പ്രകടമാക്കുന്ന, അവരുടെ യൂണിഫോമിറ്റി അല്ലെങ്കിൽ ഏകദാനത അല്ലെങ്കിൽ അവരുടെ ശക്തി, അവരുടെ അച്ചടക്കം, ഡിസിപ്ലിനൊക്കെ വളരെ വളരെ ഭംഗിയായി ഷോക്കേസ് ചെയ്യുന്ന ഈ ചടങ്ങ് റിപ്പബ്ലിക് ദിനത്തിന് മാത്രം ഒരു പ്രത്യേകതയാണ്. ഒരു ചടങ്ങ്, ഒരു ആകർഷണീയതാണെന്ന് ഉറപ്പായും പറയാം. അത് സംസ്ഥാനത്ത് മാത്രമല്ല, രാജ്യത്ത് അല്പസമയത്തിനും കർത്തവ്യപഥത്തിൽ അതിൻ്റെ പൂർണ്ണതയിൽ വളരെ മനോഹരമായ ദൃശ്യങ്ങൾ നമ്മൾ കാണാനിരിക്കുന്നു. അതിന് തുടക്കം സംസ്ഥാനത്ത് വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിലാണ്. ഇതൊക്കെ ഒരു ഉറപ്പായും റിഹേഴ്സലിലൂടെയൊക്കെ പൂർത്തിയാക്കുന്ന ഒരു എക്സസൈസ് ആണെന്ന് ഉറപ്പായും പറയാം. പക്ഷേ ഏതെങ്കിലും തരത്തിൽ പിഴവുകളില്ലാതെ, കടുകിട അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റാതെ വളരെ കൃത്യമായി, വളരെ ഷാർപ്പായി കാസർഗോഡ് മന്ത്രി കെ ബി ഗണേഷ് കുമാറാണ് അവിടെ സല്യൂട്ട് സ്വീകരിക്കുന്നത്. കാസർഗോഡ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ബാൻഡ് സംഘങ്ങളുടെ അടക്കം ഉള്ള സല്യൂട്ട് സ്വീകരിക്കുകയാണ് കാസർഗോഡ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ. ആലപ്പുഴയിൽ മന്ത്രി പി പ്രസാദാണ് അഭിവാദ്യം, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റിനടക്കമുള്ള വിഭാഗങ്ങൾക്ക് അഭിവാദ്യം നൽകിയത്. വിവിധ സ്ഥലങ്ങളിൽ സെൻട്രൽ സ്റ്റേഡിയത്തിലടക്കം വിവിധ ജില്ലാ ആസ്ഥാനങ്ങളിൽ ഇപ്പോൾ ചടങ്ങുകൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു.
വിവിധ സേനാ വിഭാഗങ്ങൾ, അശ്വാരൂഢ സേന, NCC, സ്കൗട്ട്സ്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ തുടങ്ങിയ വിഭാഗങ്ങളുടെ അഭിവാദ്യം വിവിധ സ്ഥലങ്ങളിൽ ഗവർണറും മന്ത്രിമാരും ഒക്കെ സ്വീകരിക്കുകയാണ്. അല്പസമയത്തിനും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശം കൂടി വരാനിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിലുള്ള ഭാരതീയ വായുസേനയുടെ പുഷ്പവൃഷ്ടി കണ്ടു. ഇനി തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന കുട്ടികളുടെ അവതരിപ്പിക്കുന്ന വിവിധ സ്കൂളിൽ നിന്ന് കുട്ടികൾ അവതരിപ്പിക്കുന്ന ദേശഭക്തി ഗാനമടക്കം കാണാനിരിക്കുന്നു. വിവിധ സ്ഥലങ്ങൾ മന്ത്രി PM മുഹമ്മദ് റിയാസ്, മന്ത്രി K രാജൻ, മന്ത്രി KB ഗണേഷ് കുമാർ, മന്ത്രി KN ബാലഗോപാൽ, P രാജീവ് അടക്കമുള്ളവർ വിവിധ സ്ഥലങ്ങളിൽ ഓരോരോ ജില്ലാ ആസ്ഥാനങ്ങളിൽ നമ്മുടെ സേനാവിഭാഗങ്ങളുടെ, നമ്മുടെ നാടിൻ്റെ കരുത്തായ സേനാവിഭാഗങ്ങളുടെ കുട്ടികളുടെ അടക്കം സല്യൂട്ട്, അഭിവാദ്യം സ്വീകരിക്കുന്ന വളരെ മനോഹരമായ പ്രൗഢഗംഭീരമായ ചടങ്ങുകൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് വിവിധ സ്ഥലങ്ങളിൽ. സീനിയർ ഡിവിഷൻ ബോയ്സിന്റെ ഒരു പ്ലാറ്റൂണാണ്. വിശിഷ്ടാതിഥിയെ അഭിവാദ്യം ചെയ്യുന്നു. അണ്ടർ ഓഫീസർ കുമാരി പ്രതീക്ഷ നയിക്കുന്ന NCC സീനിയർ വിംഗ് ഗേൾസിന്റെ പ്ലറ്റൂണാണ്. ബഹുമാനപ്പെട്ട ഗവർണർക്ക് അഭിവാദനം അർപ്പിച്ചിപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. റിപ്പബ്ലിക് ദിനാഘോഷത്തിലാണ് രാജ്യമുള്ളത്. റിപ്പബ്ലിക് ദിന പരേഡിൽ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് പ്രബാവോ സുബിയാന്തോ ആണ് മുഖ്യാതിഥി. കര, വ്യോമ, നാവികസേനയുടെ പ്രകടനത്തോടൊപ്പം നിശ്ചല ദൃശ്യങ്ങളടക്കം അല്പസമയത്തിനകം കർത്തവ്യത്തിൽ നിന്നുള്ള ദൃശ്യങ്ങൾ കൂടി മിഴിതുറക്കും. ഇപ്പോൾ സംസ്ഥാനത്തെ വിപുലമായ ആഘോഷങ്ങളുടെ എല്ലാ ജില്ലകളുടെയും ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഓരോരോ NCCയുടെ ഓരോ പ്ലാറ്റൂൺ. ഇത് വയനാടാണ്. വയനാട് മന്ത്രി AK ശശീന്ദ്രനാണ് ഇപ്പോൾ അഭിവാദ്യം സ്വീകരിക്കുന്നത്. അവിടെയും വിവിധ സേനാവിഭാഗങ്ങളുടെ അഭിവാദ്യം മന്ത്രി സ്വീകരിക്കുകയാണ്. ദേശീയ പതാക ഒട്ടുമിക്ക എല്ലാ സ്ഥലങ്ങളിലും ദേശീയ പതാക ഉയർത്തി കഴിഞ്ഞിരിക്കുന്നു. പ്രേക്ഷകർ കാണുന്ന ഓരോ വിൻഡോ ഓരോ ജില്ലാ ആസ്ഥാനങ്ങളാണ്. ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ അല്പസമയം മുൻപാണ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം ഗാർഡ് ഓഫ് ഓണർ പരിശോധിച്ചതായി ഇപ്പോൾ അഭിവാദ്യം സ്വീകരിക്കുന്നത്. വിവിധ സേനാവിഭാഗങ്ങൾ അഭിവാദ്യം സ്വീകരിക്കുന്നത്. 31 നിശ്ചല ദൃശ്യങ്ങളാണ് ഇക്കുറി കർത്തവ്യപഥിലെ പരേഡിൽ അണിനിരക്കുക. ഇന്തോനേഷ്യൻ കരസേന കൂടി ഇത്തവണത്തെ പരേഡിന് അണിനിരക്കുന്നത് ശ്രദ്ധേയമാണ്. അവരുടെ ഒരു ബാൻഡ് സംഘമൊക്കെ അവിടെയുണ്ട്. സീനിയർ കാഡറ്റ് കുമാരി മുഹ്സിന M നയിക്കുന്നു. ട്രൂപ്പ് ലീഡർ മാസ്റ്റർ അഭിജിത് ഖാൻ നയിക്കുന്ന ഭാരത് സ്കൗട്ട്സിന്റെ വ്യൂഹമാണ്. മന്ത്രി KB ഗണേഷ് കുമാർ കാസർഗോഡ് അഭിവാദ്യം സ്വീകരിക്കുകയാണ്. അല്പസമയത്തിന് മുൻപാണ് അദ്ദേഹം കാസർഗോഡ് അവിടെ ദേശീയ പതാക ഉയർത്തി. 9 മണി മുതൽ തന്നെ എല്ലാ സ്ഥലങ്ങളിലും ദേശീയ പതാക ഉയർത്തി. വിവിധ വിഭാഗങ്ങളുടെ മന്ത്രി KB ഗണേഷ് കുമാറുണ്ട്, മന്ത്രി PM മുഹമ്മദ് റിയാസ് ഉണ്ട്, മന്ത്രി P രാജനുണ്ട്, P രാജീവുണ്ട്, ധനമന്ത്രി KN ബാലഗോപാലുണ്ട്. അങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ മന്ത്രിമാർ സല്യൂട്ട് സ്വീകരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരത്ത് രാജേന്ദ്ര അർലേക്കർ സല്യൂട്ട് സ്വീകരിക്കുന്നു. ഭാരതീയ കരസേന, ഭാരതീയ വ്യോമസേന, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ്, കർണാടക സ്റ്റേറ്റ് റിസർവ് പോലീസ്, സ്പെഷ്യൽ ആംഡ് പോലീസ് അടക്കമുള്ള പ്ലാറ്റൂണുകൾ ഗവർണർക്ക് ഇപ്പോൾ അവിടെ അഭിവാദ്യം അർപ്പിക്കുകയാണ്.